ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്നിപ്പോൾ ഞാനിതാ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇട്ടത്. അതിന് ഞാനിതാ ഒരു ഗ്ലാസ് അരിപ്പൊടിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ടത്, നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടി. പിന്നെ ഇതാ അതിലേക്ക് 2 ചെറിയുള്ളി തുളച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നതാണ് കേട്ടോ. പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു കോഴിമുട്ടനെ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മാവ് ഇത് അതുപോലെ ലൂസായിരിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ അപ്പം കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിനൊന്ന് ചുട്ടെടുക്കാം. അതിന് ഞാനിതാ ഒരു പാനൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് നീർദോശയൊക്കെ ചുടുന്ന പോലെ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മാവ് നല്ല ലൂസായിരിക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. അത് കട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് അതുപോലെ ചെറിയ ചെറിയ ഹോളായിട്ട് വരണം നമ്മുടെ ദോശ. നമുക്ക് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബറ ഇതാ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പം നന്നായി കുക്കായതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. ഞാനിതാ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചുട്ടെടുക്കുന്ന അപ്പത്തിനൊക്കെ ഞാൻ അതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അത് അപ്പൊക്കെ റെഡിയായ ശേഷം ഞാൻ ഇതും കൂടി ഇതാ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിന് കറി ഒന്നും വേണ്ട,